എടുക്കേണ്ട ആവശ്യമില്ല. ചാപ്റ്റർ 13 വേഴ്സ് 2-3 നിങ്ങൾക്കറിയാ വാക്യം. പൗലോസും ബർന്നബാസിനെയും മറ്റും അന്ത്യോക്യ സഭയിൽ നിന്നും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അയക്കാൻ നേരത്ത് പരിശുദ്ധാത്മാവ് സഭയിലെ മൂപ്പന്മാർ പറഞ്ഞു, ഞാൻ ഇവരെ ആക്കിയ വേലയ്ക്ക് വേണ്ടി നിങ്ങൾ അയക്കണം. എന്നിട്ട് സഭ അവരെ പ്രാർത്ഥിച്ച് 1ാം മിഷണറി യാത്രയ്ക്ക് അയക്കണം. എന്നിട്ട് തന്നെ 14-ാം അധ്യായത്തിന് 26-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവർ മടങ്ങി ഇവിടെ വന്നു. ആ സഭയിൽ തന്നെ അവിടെ എഴുതിയിട്ടുണ്ട്, അവിടെ നിന്നാണല്ലോ അവരെ ദൈവകൃപയിൽ വരവേൽപ്പിച്ച് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞാൽ ഏത് സുവിശേഷ പ്രവർത്തനവും ഏത് ആത്മീയ ശുശ്രൂഷയും സഭ മുഖാന്തരം നടക്കണം. സഭയുടെ അറിവില്, സഭയുടെ സമ്മതത്തില്, സഭയുടെ അധികാരത്തില്, സഭയുടെ ഉത്തരവാദിത്വത്തില് നടക്കണം. ആ നടന്ന് ആരംഭവും സഭ, അവസാനവും അങ്ങനെയാണ് പോകേണ്ടത്. സഭയ്ക്കാണ് പ്രാധാന്യം. 1, 2, 3 വേഗം തീർക്കാം. എഫീഷ്യൻ ചാപ്റ്റർ 4 അഗൈൻ 4 ചാപ്റ്റർ 4 എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാം വാക്യങ്ങൾ. 12-ാം വാക്യം വെച്ച 12-ാം വാക്യം. അത് ഓക്കെ, അത് നാം എല്ലാവരും ഈ മലയാളം വായിച്ചാൽ ഉണ്ടല്ലോ ഇതങ്ങ് പോവാ. ഇംഗ്ലീഷിലാവുമ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ട്. ഇംഗ്ലീഷ് വേഴ്സ് 12 ഫോർ ദി എക്യുപ്പിംഗ് ഓഫ് ദ സെയിൻസ്. ഓക്കെ, ഫോർ ദി എക്യുപ്പിംഗ്. അത് മലയാളത്തിൽ താഴെങ്ങാണ്ട് എഴുതിയേക്കുന്നത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം. ആക്ച്വലി യഥാസ്ഥാപനം ഒരു മലയാളത്തിലെ വാക്ക് റെസ്റ്റോറേഷൻ ആ അർത്ഥം തന്നെ. എക്യുപ്പിംഗ് പറഞ്ഞ അർത്ഥം എന്താ? വിശ്വാസികളെ എക്യുപ്പ് ചെയ്യുക. എന്താ എക്യുപ്പ് ചെയ്യുക? മീൻസ് ട്രെയിൻ ചെയ്യുക, परिपक्व बनाना, विश्वासियों को मजबूत बनाना, विश्वासियों को सेवकाई के लिए तैयार करना. അതിനുവേണ്ടി ദൈവം എന്ത് ചെയ്തു? വേഴ്സ് 11 ഗിഫ്റ്റഡ് മെൻ, ഇവാഞ്ചലിസ്റ്റ്, പാസ്റ്റേഴ്സ്, ടീച്ചേഴ്സ്, അപ്പോസ്റ്റൽസ്, പ്രോഫറ്റ്സ് അവരെ സഭയിൽ കൊടുത്തു. സഭയിൽ ദൈവം ഗിഫ്റ്റഡ് മെൻ, വരമുള്ള, കൃപാവരമുള്ള, കഴിവുള്ള ദൈവദാസന്മാരെ ആക്കിയിട്ടുണ്ട് സഭയിൽ. എന്തിനു വേണ്ടി? സഭയിൽ എല്ലാ വിശ്വാസികളും എന്ത് ചെയ്യണം? എക്യുപ്ഡ് ആകണം, ട്രെയിൻഡ് ആകണം, ശുശ്രൂഷയ്ക്ക് വേണ്ടി ട്രെയിൻഡ് ആകണം. അപ്പോൾ വിശ്വാസികൾ ആത്മീയമായി എക്യുപ്ഡായി ശുശ്രൂഷയ്ക്ക് വേണ്ടി ട്രെയിൻഡ് ആകേണ്ട സ്ഥലം എവിടെയാ? സഭ. Church is the divinely designed place to equip the saints. Church is the divinely designed place to equip the saints. വിശുദ്ധന്മാരെ പ്രാപ്തരാക്കുവാൻ, പരിപക്വരാക്കുവാൻ, ശക്തരാക്കുവാൻ, ശുശ്രൂഷയ്ക്ക് വേണ്ടി യോഗ്യരാക്കുവാൻ ദൈവം പ്ലാൻ ചെയ്ത സ്ഥലം ഏതാ? സഭയാണ്. ശരിയാണ്, പല സഭകളും അതിൽ പരാജയപ്പെട്ടു. അതുകൊണ്ട് കുറെ വർഷം മുമ്പ് കുറെ സഹോദരന്മാരെന്ത് ചെയ്തു? സഭ പരാജയപ്പെട്ടു, സഭയിലൊന്നും ശക്തിയുള്ളവരില്ല, പഠിപ്പിക്കാൻ പ്രാപ്തിയുള്ളവരില്ല, അതുകൊണ്ട് ചലോ നിങ്ങളുടെ സഭയിൽ നിന്ന് 2 പേര് വാ, നിങ്ങളുടെ സഭയിൽ നിന്ന് ഒരാൾ വേണേ വാ, താല്പര്യമുള്ള ആൾ വാ, നമുക്കിവിടെ ഒരു ചെറിയൊരു 2 ആഴ്ച അല്ലെ 2 മാസം കുറച്ച് വചനം പഠിക്കാം. അങ്ങനെ ആരംഭിച്ചതായി ഇന്ന് കാലം കഴിഞ്ഞപ്പം ബൈബിൾ കോളേജും ബൈബിൾ സെമിനാരിയും ആയി. വചനം പഠിക്കാൻ, ഒരു വ്യക്തിയെ വചനം പഠിപ്പിക്കുവാൻ, വചനത്തിൽ സ്ഥിരപ്പെടുത്തുവാൻ, പരിപക്വ കർണ അല്ലെങ്കിൽ മെച്യൂർഡ് കർണ അല്ലെങ്കിൽ അവരെ എക്വിപ്പ് ചെയ്യാനുള്ള ദൈവത്തിന്റെ പ്ലാൻ സഭയാണ്. സഭയ്ക്ക് വിധേയപ്പെട്ട് സഭയിൽ സ്ഥിരമായി പോയി സഭാശുശ്രൂഷയിൽ പങ്കെടുത്ത് അവിടെ അവരുടെ കൃപാവരം ഉപയോഗിച്ച് അവിടെ പഠിച്ച് അവിടെ തർജ്ജനം കേട്ട് അവിടെ ശിക്ഷയ്ക്ക് വിധേയപ്പെട്ട് അവിടെയാണ് പഠിക്കേണ്ടത്. അവിടെയാണ് സഭ പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് കർത്താവ് എഴുത്തുകാരൻ എബ്രായ ലേഖനത്തിൽ എഴുതുന്നുണ്ട്, സഭായോഗത്തെ അലക്ഷ്യമായി വിചാരിക്കരുത്. സഭയെ അലക്ഷ്യമായി വിചാരിക്കുന്നവർ, അത് വളരെ വ്യക്തമായിട്ട് പറയുക, സഭയെ അലക്ഷ്യമായിട്ട് വിചാരിക്കുന്നവർ തെത്തുമാരി. ദൈവത്തിന്റെ പ്ലാൻ
സഭായോഗങ്ങളിൽ സഭാ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ആ സഭയിൽ ഉള്ള എല്ലാ ആത്മീയ ശുശ്രൂഷകളും അനുഭവിച്ച് അവർ എക്വിപ്ഡ് ആയിട്ട് മാറണം. ഓക്കെ, ചർച്ച് ഈസ് ദി ഓൺലി പ്ലേസ്, ഓർ ചർച്ച് ഈസ് ദ ഡിവൈൻലി ഡിസൈൻഡ് പ്ലേസ് ടു എക്വിപ്പ് ദ സെയിൻസ്. സോ വാട്ട് ഷാൽ യു ഡു? മേക്ക് യൂസ് ഓഫ് ദിസ് ഫെസിലിറ്റി ദാറ്റ് ഗോഡ് ഹാസ് അറേഞ്ച്ഡ്, ചർച്ച്. ഓക്കെ, രണ്ടുകൂടുണ്ട്. 2 Corinthians chapter 11:28. അത് തന്നെ 2 മണിക്കൂർ പറയേണ്ട കാര്യമാണ്. ഞാനിത് നീട്ടാൻ ആഗ്രഹിക്കാത്തോടെ തീർക്കുക. അടുത്ത ആഴ്ച എനിക്ക് സഭയെക്കുറിച്ചുള്ള ചെറിയ പഠനം ആരംഭിക്കും. ചെറിയ മീൻസ് ഇങ്ങനെ ബിഗിൻ ചെയ്ത് പോകാമല്ലോ. 11:28, 11:28 കിട്ടിയ വായിച്ചോ? ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, തമിഴ്, ഏതെങ്കിലും ഭാഷ. The care of all church. My deep concern for all the churches. പൗലോസ് തന്നെ താൻ അനുഭവിക്കുന്ന അനേക വിഷമങ്ങളെ കുറിച്ച് പറയുക, താൻ അനുഭവിച്ച ചില കഠിനമായ ഉണ്ടല്ലോ അപകടങ്ങൾ, അല്ലെങ്കിൽ താൻ അനുഭവിച്ച സങ്കടങ്ങളെ കുറിച്ച് പറയുക, വലിയ വിശദമായിട്ട് സംസാരിക്കുക. അതിനവസാനം പറയുക, ഇതിനേക്കാളൊക്കെ ഉപരിയായി, അല്ലെങ്കിൽ ഇതിനെ കൂടാതെ കൊണ്ട് എന്തുണ്ട്? ചിന്താഭാവം. മലയാളത്തിൽ എളുപ്പമാണ് നല്ലതല്ലേ? ഇംഗ്ലീഷ് കൺസേൺ. എനിക്ക് വലിയ ഭാരമാണ്. പൗലോസ് പറയുക, എനിക്ക് ഉറക്കമില്ല, എനിക്കൊരു സമാധാനമില്ല, എന്റെ മനസ്സിനകത്ത് ആകെ അങ്ങ് ടെൻഷനാണ്. എന്തിന്റെ ടെൻഷനാ? സഭ എങ്ങനെ ഇരിക്കും? ആ സഭ എങ്ങനെയുണ്ട്? ഈ സഭ എങ്ങനെയുണ്ട്? അവിടുത്തെ വിശ്വാസം എങ്ങനെയുണ്ട്? അവിടെ ശുശ്രൂഷ നന്നായിട്ട് പോകുന്നുണ്ടോ? അവിടെ ബൈബിൾ ക്ലാസ് നടന്നോ? അവിടെ ആരാ ശുശ്രൂഷ ചെയ്തത്? ഇങ്ങനെ സഭകളെ കുറിച്ചുള്ള വലിയ ചിന്താഭാരം. കാരണം എന്താണ്? കാരണം പൗലോസ് സഭയ്ക്ക് വലിയ പ്രാധാന്യം. നമ്മുടെ വിഷയം അതാണല്ലോ, സഭയുടെ പ്രാധാന്യം. സഭയുടെ പ്രാധാന്യം ഈ ഭാഗത്തുനിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർത്താവിന്റെ ദാസന്മാർക്ക് സഭകളെ കുറിച്ച് വലിയ, ഞാൻ ആക്ച്വലി എഴുതി ഇങ്ങനെയാ, ട്രൂ ലോർഡ് സെർവൻസ് ഹാഡ് എ ബർഡൻ ഫോർ ദ ചർച്ച്. യഥാർത്ഥമായ സഭയെ സ്നേഹിക്കുന്ന യഥാർത്ഥമായ ദൈവദാസന്മാർക്ക് സഭകളെ കുറിച്ച് ഭാരമുണ്ട്. ഞാൻ പറഞ്ഞിടത്തൊക്കെ ഇതൊക്കെ എലാബറേറ്റ് ചെയ്യാവുന്ന കാര്യം. ഞാൻ അർപ്പിക്കട്ടെ, സത്യം പറയാൻ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവദാസന സത്യത്തിന് യഥാർത്ഥമായ ഒരു ശരിയായ ദൈവദാസന എന്ന് പറഞ്ഞാൽ, എക്സാമ്പിൾ ഞാൻ തന്നെ എടുക്കുക. എനിക്ക് സഭകളെ കുറിച്ച് ഭാരം വേണം. മൽവണിയിലെ സഭയെക്കുറിച്ച് മാത്രമാണോ? അല്ല. ആണോ? അത് സ്വാർത്ഥതയാണ്. എനിക്ക് എന്റെ കാര്യം, ഞങ്ങളുടെ സഭ സന്തോഷമായിട്ട് പോവുക, അവർ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ അല്ല. ഇന്ന് നമ്മുടെ മധ്യത്തിൽ പറ്റിയിരിക്കുന്ന, നമ്മുടെ ഇന്ത്യയിൽ പറ്റിയിരിക്കുന്ന തന്നെ വലിയൊരു ദോഷത്തിന് കാരണം അനേക ഭക്തന്മാർ, അനേക പ്രീച്ചേഴ്സ് ആൻഡ് ടീച്ചേഴ്സ്, ദൈവത്തിന്റെ ദാസന്മാര് അവിടെ എന്തു പറ്റിയാലും അനങ്ങത്തില്ല. നമുക്കെന്ന अपन को क्या है, हमको क्या होने वाला है, हमारा असेंबली अच्छा है, हमारा कलीसिया में कोई प्रॉब्लम नहीं है, उधर कुछ भी होने दो, हमको क्या है. ഇങ്ങനെയല്ല. എല്ലാ സ്ഥലം സഭയെക്കുറിച്ചും ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയ്ക്കുമുള്ള ഏത് സ്ഥലം സഭയുടെയും സന്തോഷവും അഭിവൃദ്ധിയും അനുഗ്രഹവും നിലനിൽപ്പും എന്റെ ചിന്താഭാരമാകണം. ഞാൻ സത്യത്തിൽ ദൈവത്തിന്റെ ദാസനാണ്. അല്ലയോ? എന്റെ സഭ മാത്രം മതിയോ? വസയിലെ സഭയ്ക്ക് പ്രയാസമുണ്ടെങ്കിൽ ഞാൻ ഈ കൺസേൺ വേണം. അപ്പോൾ അഭിപ്രായം പറയണം, ചെയ്യേണ്ടത് ചെയ്യണം. അല്ലാണ്ട് കുച്ച് ബി കർണതോ അങ്കോക്യാവുക, ഇങ്ങനെയുള്ള ഒത്തിരി ദൈവദാസന്മാർ. സ്വാർത്ഥതയാണ്. അതുകൊണ്ട് എന്ത് പറ്റി? ഓരോരുത്തൻ തനിക്ക് ബോധിച്ചതുപോലെ, ഇന്ത്യ മൊത്തം ബോധിച്ചതുപോലെ, കേരളം മൊത്തം ബോധിച്ചതുപോലെ പോവുകയാണ്. പിതാക്കന്മാർ ഒരുപക്ഷെ സ്വർഗത്തിൽ നിന്ന് കണ്ണീർ പൊഴിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ സ്ഥലം സഭകളുടെ പരിതസ്ഥിതി കണ്ട് പഴയ റൈറ്റിംഗ്സ് വായിക്കണം, സുവിശേഷം വായിക്കണം, പഴയ ലേഖനങ്ങൾ വായിക്കണം, പഴയ പുസ്തകങ്ങൾ വായിക്കണം. പിതാക്കന്മാരെന്താ പഠിപ്പിച്ചതെന്ന്, പിതാക്കന്മാരെന്താ മനസ്സിലാക്കി തന്നിട്ടുള്ളതെന്ന് ഇന്ന് പോയി കഴിഞ്ഞിരിക്കുകയാണ്. കാരണം എന്താ? സഭകളെ കുറിച്ച് ഓർമ്മീതർ ആനാ ഹൈ, കൽവി പുൽപിറ്റ് മിൽനാ ഹൈ, इसलिए पूरी बातें नहीं बोलता है. ये सच्चे विश्वासी प्रभु का दास का काम नहीं है. Paul says, I have burden, ചിന്താഭാരം. ഓരോ രാവും പകലും എന്റെ ഹൃദയത്തിൽ ചിന്താഭാരമുണ്ട്. സഭ എങ്ങനെയായിരിക്കണം? ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം, പൗലോസിന് ദൈവത്തിന്റെ ദാസന്മാർക്ക് എന്നും സഭകളെ കുറിച്ച് ഭാരം. പൗലോസിന്റെ ആ ഭാരം വെളിപ്പെട്ട 3 രംഗമുണ്ട്. ഞാൻ റെഫറൻസ് ഒന്നും പറയത്തില്ല, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? സഭകളെ കുറിച്ച് പൗലോസിന് ഭാരമുള്ളതുകൊണ്ട് എന്ത് ചെയ്തു? നമ്പർ 1,
സ്ഥലം സഭകൾ ആരംഭിച്ചു. എവിടെയൊക്കെ സ്ഥലം സഭയില്ലയോ, എവിടെയൊക്കെ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ലയോ, എവിടെയെല്ലാം സ്ഥലം സഭ ഇല്ലയോ, അവിടെ പോയി സഭയെ ആരംഭിച്ചു. ആര്? പോൾ. പിന്നെ ആരംഭിച്ച സഭയെ എഡിഫൈ ചെയ്തു, അല്ലെങ്കിൽ പഠിപ്പിച്ചു, അവരെ ശക്തീകരിച്ചു, അവരെ പ്രോത്സാഹിപ്പിച്ചു, അവരൊക്കെ എഴുത്തെഴുതി, അവരെ തരണം ചെയ്തു, അവർക്ക് വേണ്ടതൊക്കെ ചെയ്ത് വളർത്താനായി ശ്രമിച്ചു. പിന്നെ വേറൊരു കാര്യം, ആ സഭകൾക്ക് വേണ്ടി ജീവനെ കൊടുത്തു. ഫിലിപ്പി ലേഖനത്തിൽ ഞാൻ പറയുന്നുണ്ട്, ആ ഫിലിപ്പി ലേഖനത്തിലും കൊളോസ്യ ലേഖനത്തിലൊക്കെ തന്നെ കാര്യം പറയുന്നുണ്ട്, ഞാൻ രക്തമൊഴിക്കാനും സഭകൾ. അങ്ങനെയുള്ള ദൈവദാസന്മാരാണ് ആവശ്യം, അങ്ങനെയുള്ള എൽഡേഴ്സിനെ ആവശ്യം, അങ്ങനെയുള്ള വിശ്വാസികളാണ് ആവശ്യം. സഭയെക്കുറിച്ച് ഭാരം, ഞാൻ ഉൾപ്പെടുന്ന സഭയെക്കുറിച്ച് ഭാരം വേണം, പിന്നെ മറ്റു സഭകളെ കുറിച്ചും വേണം. ഈ സഭ തകരരുത്, ആ സഭയും തകരരുത്. ഇത് സന്തോഷമായിട്ട് പോകണം, അത് സന്തോഷമായിട്ട് പോകണം. ലാസ്റ്റ് ജോൺസ് ഗോസ്പൽ 21 അതിന്റെ 15 തൊട്ടുള്ള വാക്യം വളരെ പരിചയമുള്ളൊരു ഭാഗമാണ്. ആ ഭാഗത്ത് കർത്താവ് പത്രോസിനെ യഥാസ്ഥാനപ്പെടുത്തുക, റിസ്റ്റോർ ചെയ്യുകയാണ്. 3 പ്രാവശ്യം കർത്താവ് ചോദിക്കുന്നുണ്ട്, എന്ന് ചോദിക്കുന്നു, എന്നെ. അപ്പൊ പത്രോസ് പറയും, ആ കർത്താവെ സ്നേഹിക്കുന്നു, നിനക്കറിയാമല്ലോ. കർത്താവിന്റെ റിപ്ലൈ എന്തുവാ കർത്താവിന്റെ മറുപടി? നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എനിക്കൊരു ബിരിയാണി വാങ്ങിച്ചു, അങ്ങനെന്ന് പറഞ്ഞു. പിന്നെന്ത് പറഞ്ഞേ? നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എന്റെ പേരിൽ ഒരു ഫാൻ വാങ്ങിച്ചു കൊടുത്തരാ. അങ്ങനൊന്നുമല്ല. നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ 3 പ്രാവശ്യവും പറഞ്ഞ കാര്യം, എന്റെ കുഞ്ഞാടുകളെ. കർത്താവ് ഒന്നും ആവശ്യപ്പെടും. നമുക്ക് വാസ്തവത്തിൽ നമുക്ക് കർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ അവൻ ഡിമാൻഡ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം, എന്റെ സഭയെ സ്നേഹിക്കുക. എനിക്ക് അത് വിശദീകരിക്കാൻ മനസ്സിൽ മെച്ചമുള്ള സമയം പോരാ. Our love for Christ is reflected in our attitude to church. വേറെ പറഞ്ഞാൽ, Christ demands our service for church if we really love. മനസ്സിലായി പറഞ്ഞേ? കർത്താവ് നാം അവനെ സ്നേഹിക്കുന്നു എങ്കിൽ ക്രിസ്തുവിനോടുള്ള സ്നേഹം എവിടെ പ്രതിഫലിക്കപ്പെടും? സഭയോടുള്ള കരുതലിൽ, സഭയെ പരിപാലിക്കുന്നതിൽ. സഭായോഗത്തിൽ വന്നിട്ട് ഒരു പാട്ടെടുക്കത്തില്ല, ഒരു സങ്കീർത്തനം വായിക്കത്തില്ല, ഒരു ബൈബിൾ ഭാഗം വായിക്കുകയില്ല, എന്നും 2 പേര് പ്രസംഗം, 2 പേര് പ്രാർത്ഥന, അവർ തന്നെ എന്നും രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് ചെയ്യുന്നത് കാണുമ്പം ഒരു മനസാക്ഷിക്കൊത്തില്ലാത്ത വിശ്വാസിയായ സഹോദര, നിനക്ക് എന്ത് സ്നേഹം ദൈവത്തോട് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് നിങ്ങളെ കുറിച്ച് അറിയില്ല. ഓരോ ആഴ്ചയും ഒരേ ആൾ പ്രസംഗിക്കുന്നു, ഒരേ ആൾ പ്രാർത്ഥിക്കുന്നു, ഒരേ ആൾ പ്രബോധനം ചെയ്യുന്നു. ഇവർ മാറി 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 ചെയ്ത് ഇവർ തന്നെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇത് കണ്ടും കേട്ടും അപ്പം കഴിക്കാൻ മാത്രം വരുന്ന സഹോദരൻ വിശ്വാസി എന്തോ സ്നേഹമാ. അപ്പം കഴിച്ച് സഹോദര കാഴ്ച ഒരു പാട്ടെടുക്കത്തില്ല ജീവിതത്തില്. മരിക്കും മുൻപ് 2 വാക്യം വായിച്ചു പോകാം. ഇതൊന്നും ശരിയായ സ്നേഹമില്ല. കർത്താവ് പറയുക, നീ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കുഞ്ഞാടുകളെ. സഭയുടെ പരിപാലനം അത് വലിയ കാര്യമാണ്. സഭയുടെ പരിപാലനം കർത്താവിനോടുള്ള സ്നേഹത്തിന്റെ എക്സ്പ്രഷനാണ്. സഭയുടെ പരിപാലനം എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് വേണ്ടതൊക്കെ ചെയ്യുക, സഭാ കാര്യങ്ങൾ ഒക്കെ ഉത്തരവാദിത്തോടെ ചെയ്യുക. അത് കർത്താവ് ആഗ്രഹിക്കുന്നു. നാം കർത്താവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ കർത്താവ് പറയുന്നത് എന്താ? വേറെ ഒന്നും ചെയ്യണ്ട, സഭയെ അങ്ങ് പരിപാലിച്ചാണ് എന്ന് പറഞ്ഞാൽ സഭയ്ക്ക് ഭയങ്കര പ്രാധാന്യം. ബസ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കും. ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ സമയം എടുക്കുന്നില്ല. നമുക്ക് യഥാർത്ഥമായ സഭയോട് സ്നേഹം, സഭയെ നാം വിലമതിക്കുന്നുണ്ട്. നമുക്ക് സഭയെ വിലമതിക്കാം. നമ്മുടെ ഇന്നത്തെ തലമുറയിൽ, ഇന്നത്തെ പ്രത്യേകമായ ഈ യുഗം, സഭയെ അവഗണിക്കുന്നതായ ഈ യുഗത്തിൽ നമുക്ക് കുറച്ചുപേർക്കെങ്കിലും കലീഷ്യ ചേർച്ചിന്റെ മഹത്വം മനസ്സിലാക്കാം. വരുന്ന ദിവസം ദൈവം അനുവദിച്ചാൽ ഈ സഭയുടെ വിവിധ വശങ്ങളെ കുറിച്ച് പഠിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. സഭയുടെ മഹത്വം മനസ്സിലാക്കി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ജീവിതം കൊടുക്കുവാൻ, സഭയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ ഈ ചിന്തകളെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവം മഹത്വമാണ്.